ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഗയാമി ലഷ് ടൈം. ഞാനിന്ന് കുട്ടികൾക്ക് പ്രിയപ്പെട്ട ഉണ്ണി മധുരമാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണി മധുരം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു 6 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഒരു നേന്ത്രപ്പഴവും 3 ചെറുപഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 4 ഏലക്കയുമാണ്. നമുക്കിതിന് പകരം 2 ഏത്തപ്പഴം മാത്രമായിട്ട് എടുക്കാം, അല്ലെങ്കിൽ ചെറുപഴം തന്നെ എടുക്കാം. പക്ഷേ ഇങ്ങനെ മിക്സ് ചെയ്ത് എടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ആദ്യമേ തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഈ ചെറുതായിട്ട് ബ്രെഡിൻ്റെ പീസ് ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുത്തുകൊണ്ട് വരാം. പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഏലക്കയുടെ തൊലി കളഞ്ഞ് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ഫ്ലേവറും കിട്ടും. അപ്പോൾ നമ്മളുടെ ഏലക്കായും ബ്രെഡും കൂടെ പൊടിച്ചതാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ ഏലക്കയും കൂടെ അതിലിട്ട് ഇപ്പം തന്നെ ഇട്ടേക്കുന്നതുകൊണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് നമ്മൾ ആദ്യമേ ചെറുപഴം ചെറുതായിട്ട് നുറുക്കിയിട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നേന്ത്രപ്പഴം കൂടെ നുറുക്കിയിട്ട് കൊടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് ഒരു 10-12 എണ്ണം നെയ്യിൽ വറുത്ത് നേരത്തെ മാറ്റി വെച്ചിരുന്നു. അത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്താണ്, അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കാഷ്യൂനട്ട് വറുത്ത നെയ്യ് ഉണ്ടല്ലോ, അതൊരു 1.5 ടേബിൾ സ്പൂണോളം കാണും. ആ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുക. കാഷ്യൂനട്ട് ഇടുന്നത് ഓപ്ഷണലാണ് കേട്ടോ, പക്ഷേ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി നമ്മൾ കൈവച്ച് നന്നായിട്ട് ഇതുപോലെ കുഴച്ചെടുക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു അളവ് നമ്മളിങ്ങനെ നോക്കണം കണ്ടോ. ഇതേപോലെ കൈകൊണ്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന അളവാണ് കേട്ടോ. അഥവാ ഇച്ചിരി പഴം കൂടുതലായിപ്പോയാൽ കുറച്ചുകൂടെ ബ്രെഡ് പൊടിച്ച് അതിൻ്റെ കൂടെ ചേർത്താൽ മതി. അപ്പോൾ ഞാൻ ഈ ഒരു വലുപ്പത്തിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. എനിക്കൊരു 13 എണ്ണം കിട്ടിയിട്ടുണ്ട് ഈ ഒരു അളവിൽ. ഇനി വീണ്ടും ഒരു 2 ബ്രെഡ് കൂടെ പൊടിച്ച് എടുത്തിട്ടുണ്ട്. അതിൽ നമ്മളിതിങ്ങനെ നന്നായിട്ട് ഉരുട്ടിയെടുക്കുക. ആ ബ്രെഡിൻ്റെ പൊടിയിൽ നമുക്ക് ഇതേപോലെ ഈ ഉരുളകളിങ്ങനെ മുക്കി എടുത്ത് നമുക്ക് അതൊന്ന് തട്ടിയിട്ട് ഇങ്ങനെ ഒന്ന് തട്ടിയെടുക്കണം. കാര്യം പൊടികളിങ്ങനെ പെട്ടെന്ന് വീഴാത്ത രീതിയിൽ ഇങ്ങനെ ഒന്ന് ഉരുട്ടി ഇങ്ങനെ എടുത്തിട്ട് നമുക്കൊരു മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ സമയം ഇങ്ങനെ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഹെൽത്ത് വൈസ് ഇങ്ങനെ കഴിക്കാൻ നല്ലതാണ്. പക്ഷേ കുട്ടികൾക്ക് കുറച്ചുകൂടെ കറുമുറ കഴിക്കുന്നതാണ് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് അതായത് അധികം മുങ്ങി കിടക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ കുറച്ച് വലിയൊരു പാൻ എടുത്താൽ നമുക്ക് ഇതേപോലെ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് തിരിച്ചു മറിച്ച് വിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ നിറമാവുന്ന വരെ തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. കൂടുതൽ എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ ഒത്തിരി എണ്ണ പിടിക്കും. പക്ഷേ ഇത് നമ്മളിങ്ങനെ എടുത്ത് കഴിയുമ്പോൾ അധികം എണ്ണയൊന്നും പിടിക്കുകയില്ല. നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതേപോലെ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ടോ വല്ലതും നമുക്കിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ അധികം ഈ പൊടിയായിട്ടൊന്നും നമ്മുടെ ബ്രെഡ് പൊടിഞ്ഞു പോവുകയില്ല. അങ്ങനെ തിരിച്ച് മറിച്ചിട്ടുണ്ട്. നല്ല ഗോൾഡൻ ബ്രൗൺ നിറം വരെ നമുക്ക് ഇതേപോലെ തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് എടുക്കാം. ഇതാണ് ഇതിൻ്റെ നല്ല പെർഫെക്റ്റ് കളർ കേട്ടോ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി കോരിയെടുക്കാം. എന്നിട്ടൊരു ടിഷ്യൂ പേപ്പറിൽ ഇട്ട് കഴിഞ്ഞാൽ എക്സസ് ആയിട്ടുള്ള ഓയിലൊക്കെ അങ്ങ് പോയിക്കോളും. അപ്പോൾ ഇത് നമുക്ക് നല്ല ചായയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കുട്ടികൾ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും. എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്തു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.